तुम लोग सब പേടിക്കണ്ട नहीं मैं है ना इधर मेजर ओ कुत्ते से बोलो मेजर അടുത്ത് ഉണ്ട തീർന്നിട്ടില്ലാന്നുള്ളത് പണ്ട് ഞാൻ ലഡാക്കിൽ അറിയാലോ അപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ല പറഞ്ഞേ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനോട് പറഞ്ഞാൽ മതി മേജർ തോക്കും കൊണ്ടാണ് വരുന്നത് എന്റെ ഉമ്മാനോടെങ്ങനെ നാവ് ഉയർത്ത് സംസാരിച്ചാലുണ്ടല്ലോ നാവ് വീതിയ പട്ടി കിട്ടു കൊടുക്കും കണ്ണടക്കി രണ്ടെണ്ണം കൊടുക്ക എന്നാലേ അവള് ചായ ചമ്പക ഒരു 3 പേർക്കുള്ള ചായ വേണ്ടേ ചമ്പക അയ്യോ പഠിപ്പും എന്താളൊരു പൂങ്കണ്ണീര് എന്റെ മോനെ കറക്കി എടുക്കുകയും ചെയ്തിട്ട് എനിക്ക് രണ്ടെണ്ണം മതി കുഞ്ഞാപ്പോ ഞാൻ കൊയങ്ങി അത് പറ്റില്ല ഒരു സ്റ്റെപ്പ് കൂടെ ചമ്പക അന്റെ പുരുഷന് ശ്വാസമില്ലാതെ വരട്ടെ കാറ്റ് പോവുകയാണെങ്കിൽ ഇത് ഞമ്മക്കൊന്ന് ആഘോഷിക്കണം കൊടുത്തൂടെ നോക്ക് അടുത്ത പ്രാവശ്യം നല്ലോണം ഞാൻ കൊടുക്കുന്നുണ്ട് ആയിക്കോട്ടെ ഇത് വെച്ചോ ഉമ്മാൻ എന്നും സന്തോഷിപ്പിച്ചാ മതി കേട്ടോ ഓളുണ്ടാവുമല്ലോ കരഞ്ഞ് ഒരു പണിയും എടുക്കാണ്ട് അകത്ത് അത്രേ ഉള്ളൂ ഇനി പറയും കുഞ്ഞാപ്പോ ജി കോലൊക്കെ കെട്ടിച്ചാണ് എന്നെ കൊണ്ട് കളിപ്പിച്ചില്ലേ ഞാൻ കളിച്ചും ചെയ്തില്ലേ ഡാഡി ഇനിപ്പട്ടി പഠിച്ചാൻ പോ എന്തായി പോയ കാര്യം എന്തായി കട കണ്ടെത്തിയോ കിടക്കുന്നുണ്ടാവും ഞാൻ പോയി നോക്കട്ടെ കേട്ടോ ചെന്നോക്ക് അല്ല എന്റെ എനിക്കറിയാമായിരുന്നു അവസാനം അതിലേക്ക് തന്നെ വരുള്ളൂ പഠിക്കാൻ ഞാൻ പോകും ബട്ട് ഡാഡി പറഞ്ഞതല്ല ലോജിസ്റ്റിക്സ് പഠിക്കാൻ മാത്രം ഞാൻ പോവുള്ളൂ അതെ പഠിച്ച ഒറ്റ ഓക്സിജൻ പുറത്തു കൂടിയത് ഞാൻ ശരിയാക്കി തരാം തുണി എന്താ ഇനി അലക്കാത്ത് ഇന്നോടാ ചോദിക്കുന്നത് എന്റെ വീട്ടിൽ നിന്ന് ആരെയും വരും എന്റെ തുണി അലക്കാൻ എന്താ ഉമ്മ എന്താ ബഹളോ മോനെ എന്റെ തുണി മാണെന്നുണ്ടെങ്കിൽ ലോജിക്കുള്ള തന്നെ പഠിച്ചണം അത് എവിടുന്ന് പഠിച്ചു നിലമ്പൂര് കൈ ഓഷ്യൻ അക്കാദമി അവിടെ തന്നെ എനിക്ക് പോണം എനിക്ക് അവിടെ തന്നെ എത്ര ആൾക്കാർക്ക് ഞാൻ ഓക്സിജൻ കൊടുത്തിട്ടുണ്ട് മാത്രം അലക്കാണ്ടൂടെ മാറ്റി വെച്ചു ഉമ്മാന്റെ തുണി അലക്കാതെ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി തരാൻ പറഞ്ഞിട്ട് എത്ര കാലായി നിങ്ങളോട് വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊണ്ടുവരും എന്റെ പൊരേന്ന് പൈസ കൊണ്ടുവരുവാ അത് നോക്ക് പിന്നെ പോണം എന്താ നിർബന്ധം എത്തത് അന്നെ എവിടെ ചാച്ച എത്താ ഇതിന്റെ മേത്തക്കണ് കയറാൻ ഞാൻ മതി ഓപ്പൺ മൗത്ത് ഏതത് സുണക മനസ്സിലായില്ല നീ എന്റെ വീട്ടുകാരെ പറഞ്ഞാണ്ടല്ലോ നോക്ക് മോനെ ഓളെന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നു എന്റെ ഉമ്മാന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നു തലീക്ക് ഞാൻ കയറാന്നുണ്ടെങ്കിൽ ഞാൻ പറയണാട്ട് കേക്ക് ഞാൻ എവിടേക്കോ പോയി പഠിച്ചാണ്ട് നിങ്ങൾ കൊറേ കായ് ഞാൻ കൊണ്ട് കളഞ്ഞില്ലപ്പിച്ചേ ആക്ക് നിങ്ങൾ ശ്രദ്ധിക്കണ്ടപ്പിച്ചേ ഇതങ്ങനത്തെ ശ്വാസം ഇല്ല ஆக்சிஜன் ஷாப்பு அங்க வந்து 26 ஆனிவர்சரி நடக்குது அது சொல்ல வந்து ஒரு மண்ணா கட்டி தெரியாது முத்தம் கொடுக்கறாராமா നന്നായി ഒന്നുകൂടി ഞാൻ കൊടുത്തോടിയാനോ എനിക്ക് അടുത്ത പ്രാവശ്യം ആവട്ടെ നല്ലോണം കൊടുക്കുന്നുണ്ട് മോനെ പൈസ വെച്ചോ എന്തൊക്കെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് കുഞ്ഞാപ്പോ അവിടെ പോയി പഠിച്ച എന്റെ പൈസ പോകില്ല എനിക്ക് ഉറപ്പാ ഓക്സിജൻ നിറഞ്ഞ കടയിരുന്നോ ഞാൻ തന്നെ എന്റെ ശ്വാസം പോയിന്നാ വിചാരിച്ചേ അവിടെ പോയതുകൊണ്ട് ഞമ്മക്ക് എന്തെങ്കിലും മെച്ചണ്ടോ മെച്ചോ കേട്ടുകോ വേണ്ടി മോനെ എല്ലാ ദിവസവും എന്നെ സന്തോഷിപ്പിച്ചാലില്ലേ എല്ലാ ദിവസവും ഞാൻ പൈസ തരും ഓളെ കണ്ണിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണീരിനും അത് മാത്രല്ല പച്ചേ ദുബായിലുള്ള കമ്പനി ഇവിടെ വന്ന് നേരിട്ട് ചെയ്ത് പഠിപ്പിക്കാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞത് അങ്ക വന്ന് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ടിവി ഫ്രിഡ്ജ് എല്ലാമേ വന്ന് പ്രൈസ് കൊടുക്കുതേ അതില്ലാമ 5 കോടിന്റെ സാമാനം ദിവസം 100 രൂപ വെച്ചിരിക്കാൻ പോയി നോക്കട്ടെ ചിലപ്പോ ഒരു പണി എടുക്കാണ്ട് അവിടെ കിടക്കുന്നുണ്ടോ ചെന്നോക്ക് അകത്ത് പോയി ഒന്നുകൂടി അങ്ങ് കൊടുക്ക് അടിക്കിട്ട് അങ്ങനെയാണ് ഈ പെടിനെന്ന് ചേർക്കും ഞാൻ കിട്ടാതെ ഞാൻ പോയി അത് വേണ്ട കുഞ്ഞാപ്പോ സമ്മാനം അങ്ങനെ അമ്മ അതെല്ലാം കിടക്കുതേ അങ്ക വന്ന് ഡെയിലി നറുക്കെടുപ്പ് നടക്കുത് അന്ത ഇത് കാണാൻ നല്ല രസാ ഞാനൊന്ന് ഒളിഞ്ഞു നിന്ന് നോക്കാം നീ വള തരുവോ ഇല്ലയോ തരൂലെന്ന് പറഞ്ഞാ തരൂല എന്റെ വാപ്പ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിയ കുഞ്ഞാപ്പൂനെ തല്ലണ്ടെന്ന് പറയാണേ ഇച്ച കിട്ടാതെ ഞാൻ ഇവിടുത്തെ ഒരു അടിക്ക് പോകൂല കൊണ്ട എന്തൊരു കഷ്ടാണിത് അത് നടക്കുത് കാറെല്ലാം കൊടുക്കുത് അതൊന്നും കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന വളയാ
എന്തെന്നാ ഇവിടെ ബഹളം? എനിക്ക് പുതിയ ബൈക്ക് വാങ്ങാൻ 2 വള ചോദിച്ചിട്ട് ഇവള് തരുന്നില്ല. ഞാൻ നാലാണ് 2 ഓക്കുപ്പി. ഡ്രസ് മാറ്റാണ്ട് എളുപ്പം വരി. എന്റെ തൊപ്പി എടുത്തോ. ആക്കെ ഞാൻ എടുക്കോ. എന്റെ കുട്ടിക്ക് അടി ഇട്ട മുട്ടായി ഇട്ട മാരിയാണ്. ஸ்கை ஓஷன் அகாடமி നമ്മക്ക് അടിക്കൂല. யார் சொன்னது? போன வருஷம் அவங்க ஆனிவர்சரி இருக்கு. இந்த பக்கத்துல இடம் இருக்கு தெரியுமா, மஞ்சேரி. அங்க இருக்கிற 3 பேத்துக்கு தான் 25 പൊട്ടിച്ചങ്ങിട്ട് കൊടുക്ക്. എന്നാലേ എന്റെ 2 വള എനിക്ക് ഞാൻ തരും. അടിപൊളി അടിപൊളി. ആൻഡ്രോസോ നല്ല കേക്ക് പിച്ചേ. എന്നുവെച്ചാല് ലോജിസ്റ്റിക്സ് കമ്പനിയും അക്കാഡമിയും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കാറിൽ 3 കാർ അടിച്ചത്. എന്നാ ഒന്നും നോക്കണ്ട, ഓക്സിജൻ വാങ്ങിയാ മതി. സംഭവം കിട്ടാൻ ആ സൊല്ലോ. നീ നടാ. വളരെ പോകും കണ്ണീര്. എന്നാ മോനെ 2 വള ഇനി കൊണ്ടുപോയി വെക്കുക, പണയം വെക്കുക, എന്താക്കിയാലും ഒന്നും പറയല്ല കേട്ടോ. താങ്ക് യു ഉമ്മ. ഓളകത്ത് അതിന് എനിക്കാരും പേടിയില്ല. ആരാ അവിടെ? ഇവിടെയാണേ. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് പണിയൊന്നും എടുക്കാണ്ട് കിടക്കുന്നുണ്ടാവും. ഞാൻ പോയിട്ട് 2 പൊട്ടിക്കട്ടെ. വൈകിട്ട് 4:40. എന്താ മോനെ വള വിറ്റാ? ആ ഉമ്മ 2 വള. எங்க ஊர்ல எங்க தலைவர் சிஎம் ஆயிட்டாரு. நீ இப்போ மேஜர் ஆயிட்டா நட. வாங்க விட்டு இதுதான் വിറ്റ് ബുള്ളറ്റിന് പൈസ അടക്കുകയും ചെയ്ത്. മറ്റന്നാൾ വണ്ടി കിട്ടും. എന്നാ ഇനി ഇന്ന് കൊണ്ടുപോയി വിറ്റ വള ഉണ്ടല്ലോ ഇന്റെ കെട്ടിയോളം ഞാൻ വെറും ഒരു പൊട്ടത്തിയാണ്. കുതിര എനിക്കറിയില്ല അതിനെപ്പറ്റി അറിയാതെ മറ്റേ പുസ്തകത്തിൽ എന്തൊക്കെ വരച്ചു വെച്ചിട്ട് ഇത് മൂത്തത് മൂക്കാത്ത എനിക്കറിയില്ല. ഇനി വിചാരിച്ചോ ഞാൻ അകത്ത് പോയി നോക്കട്ടെ, ചിലപ്പോ ഒരു പണിയും എടുക്കാണ്ട് അവിടെ കിടക്കുന്നുണ്ടാവും. അകത്ത് പോയി ഒന്നുകൂടി ഞാൻ കൊടുക്കും. കടി കിട്ടുന്നത് കാണാൻ നല്ല രസമാണ്. വല്ലാതെ കളിയാക്കണ്ട, വരച്ചിട്ടായാലും തളിച്ചിട്ടായാലും പാടില്ല. ഇത് 90 ഡിഗ്രി വെക്കുകയാണെങ്കിൽ ആ ഭാഗത്തൊക്കെ പോകുള്ളൂ. പൊന്നാരസാമി ഇത് എന്റെ 90 ഞാനൊന്ന് ഒളിഞ്ഞു നിന്ന് നോക്കട്ടെ. ഡിഗ്രി 100 ഡിഗ്രി ഒന്നല്ല, ഇത് എങ്ങോട്ട് മുകളിൽ എന്ന് പറയാനേ. ഇത് ചക്കാണ് ഇടണ്ടത്, ഇത് അങ്ങോട്ട് മുഖാന്ന് ഇടണ്ട. അമ്മക്കും കൂടി പറയാൻ പറ്റില്ല. ഞാൻ പറയണ്ട് കേക്ക്. ഇതാ മോളെ പകുതി എനിക്കുള്ളതാ. ഉള്ള അടി തീർത്ത് ഞാനാ കൊള്ളുന്നു. പകുതി എനിക്ക് തരണം. സോറി മുത്തേ. തലേനെടുത്ത് ഒരുപാട് ബുർജ് ഖലീഫിന്റെ മുകളിലുള്ള മുന്നാരം കണ്ടുകളാണ് അത് ഉണ്ടാക്കി ഞാൻ കറക്റ്റ് ആ സ്പോട്ട് കണ്ടു. എനിക്കറിയാം പൈസ ഉണ്ട്, അത് തീർത്ത് നമുക്ക് ഊറ്റണം. സെറ്റ്. ഇവരെന്നെ ചതിക്കുമായിരുന്നു. ഇവർക്ക് ഞാൻ കാണിച്ചു. ഇനി എങ്ങനെയെങ്കിലും ഉണ്ടല്ലോ തള്ളേരെ കയ്യിലുള്ള ഞാൻ കാരണം വലിയ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി എനിക്കത് ചക്കടില്ല. ഞാൻ കാണിച്ചു. 2 വളയും കൂടി നമുക്ക് ഊരണം. എന്റെ വള ഒരാണെങ്കിൽ ബാ ഞാൻ കാണിച്ചത്. ഒരു മരുമകളെ പീഡിപ്പിക്കാന്നുള്ള ഒരു അമ്മായിയമ്മേന്റെ അവകാശം. എന്തായി 90 വയറിനെ ചതിച്ച മകന് മാപ്പില്ല. ഇപ്പൊ 2 എണ്ണം ഇവിടുന്ന് ഇറങ്ങിക്കോളണം. മേലെ ബിൽഡിങ് വെക്കല് ഇപ്പൊ എന്തായി? ഒന്നായിട്ട് സമാധാനായില്ലേ?